എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവവുമായിരുന്നു. ഈ വചനം സത്യമുള്ളതുമാണ്, സത്യദൈവവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം ഉപേക്ഷിക്കാം, ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കാം, പുതിയ സൃഷ്ടികളാകാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം, നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. കർത്താവെ നന്ദി, കർത്താവെ സ്തുതി, കർത്താവെ മഹത്വം, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: കർത്താവെ, എത്ര നാൾ അങ്ങ് മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും? യേശുവെ, നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പാപികളും ബലഹീനരുമായ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ രക്തത്തിൽ മുക്കി ഞങ്ങളുടെ പാപങ്ങൾ മോചിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും അയൽവാസികളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ രോഗികളെയും ആകുലരെയും പീഡിതരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങളോട് പ്രാർത്ഥനാ സമർപ്പിച്ചിട്ടുള്ള എല്ലാവരുടെ പ്രാർത്ഥന അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഭവനമില്ലാത്ത ആൾക്കാരെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത ആൾക്കാരെയും ജോലി നഷ്ടപ്പെട്ട ആൾക്കാരെയും ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത ആൾക്കാരെയും സമർപ്പിക്കുന്നു. എല്ലാ ഡ്രൈവർമാരും സമർപ്പിക്കുന്നു. കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കുന്നു. കർത്താവെ, കൊറോണ എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകളെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, നിങ്ങളെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. സങ്കീർത്തനം 25-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു: കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് അവിടുത്തെ വചനം പറയുന്നു. സങ്കീർത്തനം 34-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവായ യേശുനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് മനമൊരുക്കി നമുക്ക് എല്ലാ പ്രാർത്ഥനകളും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. കർത്താവെ നന്ദി, കർത്താവെ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. കർത്താവെ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കും കർത്താവിനോട് നന്ദി പറയാം. നമ്മെ പൂർണ്ണ ആരോഗ്യത്തോടെ അവിടുന്ന് സൃഷ്ടിച്ചു. ഒരു അംഗവൈകല്യങ്ങളൊന്നും നമുക്ക് വരുത്തിയില്ല. പല ആളുകൾക്കും, നമ്മുടെ സമൂഹത്തിലെ നമ്മളുടെ കൂടെയുള്ള പല സുഹൃത്തുക്കൾക്ക്, മറ്റു പലർക്കും പല അംഗവൈകല്യങ്ങളും പല ബുദ്ധിമുട്ടുകളും വരുത്തിയപ്പോൾ നമുക്കൊന്നും യാതൊരു അംഗവൈകല്യങ്ങളും വരുത്താതെ
യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല രീതിയിൽ നമ്മളെ ജനിപ്പിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് വളർന്ന് നമ്മൾ വലുതായി ഇപ്പോൾ ഗൾഫിൽ ഒരു ജോലി കിട്ടി നല്ല രീതിയിൽ ജീവിക്കാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. എങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഇവയെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിച്ചു. സ്വർഗം ലക്ഷ്യമാക്കി കല്ലും മുള്ളുകളുമുള്ള ഈ ലോകത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ വഴിതെറ്റാതെ പോകുവാൻ നമ്മുടെ കർത്താവ് യേശുമിശിഹ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. യേശുവേ നന്ദിയും, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ സ്തുതി, കർത്താവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ പിതാവിന്റെ അടുത്ത് നിന്നയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോടുകൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവികമായ ഒരു ജ്ഞാനം നമ്മളിൽ വന്നു കയറും. ആ ദൈവിക ജ്ഞാനം കൊണ്ട് നമുക്ക് ഭാഷാവരം ലഭിക്കും, നമുക്ക് പ്രാർത്ഥനാവരം ലഭിക്കും, നമുക്ക് പ്രവചനവരം ലഭിക്കും, മറ്റു പല വരങ്ങളും ലഭിക്കും. പെന്തക്കോസ്ത് ദിനത്തിലെ ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് വസിച്ചു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അവർ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കേട്ട അവിടുത്തെ ജനങ്ങൾ അപ്പസ്തോലന്മാരോട് ചോദിച്ചു: സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു: നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമുക്കും ശക്തി പ്രാപിക്കാം. അതിന് ഓരോരുത്തർക്കും തീക്ഷ്ണമായിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം, യേശുവിനെ മാതൃകയാക്കി നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയട്ടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ, അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ മേൽ വന്ന് നിറയണമേ, ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ച് ദൈവസ്നേഹത്താൽ വളർന്ന് മറ്റുള്ളവർക്കൊരു മാതൃകയായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ,